സയ്യിദി അബ്ദുൽ അസീസ് ദബ്ബാഗ് അൽ ഇബ്രീസിൽ തുടർന്ന് പറയുന്നു, വലാ യത്മഉ അഹദുൻ ഫീ മഅരിഫത്തി ശൈഖിഹി, തന്റെ സദ്ഗുരുവിനെ ശൈഖിനെ പ്രാപിക്കാൻ, മഅരിഫത്ത് ലഭിക്കാൻ ആരും കൊതിച്ചിട്ട് കാര്യമില്ല. വഹുവ ലം യുസല്ലി അലന്നാസി സ്വലാത്തഹു അലൽ ജനാസ, ജനങ്ങളെ കൊണ്ട് നടക്കുക, ജനങ്ങളുടെ പ്രശംസകൾ സ്വീകരിക്കുക, ജനങ്ങൾക്കൊത്തു തുള്ളുക, ഈ ഒരവസ്ഥയിൽ നിന്ന് അവരുടെ പേരിൽ ജനാസ നമസ്കാരം നമസ്കരിക്കുന്നത് വരെ, അതായത് സയ്യിദി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങളൊക്കെ പറഞ്ഞതുപോലെ ജനങ്ങളെ ചുറ്റുമുള്ളവരെ എല്ലാവരെയും ഒരു പ്രതിമ കണക്കെ കാണണം. അതായത് അവർക്ക് വിലയും നിലയും നൽകി അവരെന്ത് പറയുന്നു, അവരെന്ത് ചിന്തിക്കുന്നു എന്നാലോചിച്ച് നടന്നാൽ ഷെയ്ഖിനെ കിട്ടേണ്ടതുപോലെ കിട്ടുകയില്ല. എല്ലാവരുടെ പേരിലും ജനാസ നമസ്കാരം നിർവഹിച്ചാലല്ലാതെ തന്റെ ഷെയ്ഖിനെ തിരിച്ചറിയേണ്ടതുപോലെ മഅരിഫത്ത് നേടാൻ സാധ്യമല്ല. ഇത് പലരുടെയും അവസ്ഥയിൽ നാം കാണുന്നതാണ്. കടപ്പാടും പ്രതിബദ്ധതയൊക്കെ നമുക്ക് നല്ലതാ, പക്ഷെ ഹക്കിന്റെ കാര്യം വരുമ്പോൾ തന്റെ ഷെയ്ഖ് തനിക്ക് നൽകിയത് അള്ളാഹുവിന്റെ കിതാബിലുള്ള ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുള്ള കണിശമായ ചിട്ടകളാണ്. ശരിയായ സദ്ഗുരു എന്ന് പറഞ്ഞാൽ പിന്നെ അവര് കിതാബ് സുന്നത്തിൽ നിന്ന് അളവ് വ്യതിചരിക്കുകയില്ല. മാ ശറഅല്ലാഹു വറസൂലുഹു, അള്ളാഹുവും അവന്റെ റസൂലും ശറഅാക്കിയ, മതമാക്കിയ വ്യവസ്ഥയിൽ നിന്ന് അല്പം പോലും അവര്, ഒരു സെക്കൻഡ് പോലും അവര് മാറിപ്പോവുകയില്ല. അത്തരം ഷെയ്ഖുമാരെ അറിഞ്ഞ് ഉൾക്കൊണ്ട് സ്വീകരിച്ചാലല്ലാതെ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലഭിക്കുകയില്ല, മഅരിഫത്തിലേക്ക് എത്തുകയില്ല. അങ്ങനെ റസൂലുള്ളാഹിയിലൂടെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് ദൃഢബോധ്യം വന്ന് ഇൽമുൽ യഖീന്, ഹഖുൽ യഖീന്, ഐനുൽ യഖീന്, ബോധ്യത്തിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ 3 തലങ്ങളും കീഴടക്കണം. ഈ കാര്യം ഇങ്ങനെ പറയുന്നത് സയ്യിദി അബ്ദുൽ അസീസ് ദബ്ബാഗിന്റെ അൽ ഇബ്രീസ് എന്ന ഗ്രന്ഥം കേരളത്തിലെ ഉന്നതമായ ജാമിഅകൾ പുതിയ പ്രിന്റ് എടുത്ത് 10,000-കണക്കിന് ആലിമീങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്ത കിതാബ. എന്താ അതിന്റെ അർത്ഥം? എല്ലാ ഉസ്താദുമാരും പണ്ഡിതന്മാരും ഇത് പഠിക്കണം, ഇത് അവലംബിക്കണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാ. എങ്കിൽ അവരൊക്കെ മുന്നോട്ട് വെച്ച ഒരു ഫോർമുലയാണ് ഷെയ്ഖിലൂടെ റസൂലുള്ളാഹിയെ വരിക്കുക, അങ്ങനെയുള്ള റസൂലുള്ളാഹിയിലൂടെ അള്ളാഹുവിനെ പ്രാപിക്കുക.